الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد
وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आज जिन सहाबा का जिक्र करूंगा, ഇന്ന് പറയാൻ പോകുന്ന സഹാബാക്കളിൽ ആദ്യത്തേത് ഹസ്രത്ത് സാബിത്ത് ബിൻ ഖാലിദ് അൻസാരി ആണ്. ഇദ്ദേഹം ബനു മാലിക് ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. ബനു നജ്ജാറിൽപ്പെട്ട ആളായിരുന്നു. ബദർ ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. യമാമ യുദ്ധത്തിലും പങ്കെടുക്കുകയുണ്ടായി. ആ യുദ്ധത്തിൽ അവിടുന്ന് ഷഹീദായി. ചിലരുടെ അഭിപ്രായപ്രകാരം ബിഇറെ മഊന സംഭവത്തിൽ ആ അവസരത്തിൽ വെച്ച് അവിടുന്ന് ഷഹീദായി എന്നാണ്. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഉർഫത്തായാണ് മറ്റൊരു സഹാബി. അദ്ദേഹം ഹസ്രത്ത് ജഅഫർ ബിൻ അബി താലിബിന്റെ കൂടെ ഹബ്ഷയിലേക്കുള്ള ഹിജ്റത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഒരു റിവായത്ത് അനുസരിച്ച് അത് ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദിന്റേതാണ്. പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നജ്ജാഷിയുടെ അടുത്തേക്ക് അയക്കുകയുണ്ടായി. ഞങ്ങൾ 80ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഉർഫത്ത ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അടുത്ത സഹാബി ഹസ്രത്ത് ഉത്ബ ബിൻ അബ്ദുല്ല ആണ്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ബസ്ര ബിൻത് സെയ്ദ് എന്നായിരുന്നു. ബൈഅത്തെ ഉഖബയിലും ഗസ്വ ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും അവിടുന്ന് പങ്കെടുക്കുകയുണ്ടായി. അടുത്ത സഹാബി ഹസ്രത്ത് കൈസ് ബിൻ അബി സഅസഅ അൻസാരി ആണ്. ഹസ്രത്ത് കൈസിന്റെ പിതാവിന്റെ പേര് അംറു ബിൻ സെയ്ദ് എന്നായിരുന്നു. എന്നാൽ അദ്ദേഹം തന്റെ സ്ഥാനപ്പേര് അബു സഅസഅ എന്ന പേരിലാണ് പ്രസിദ്ധനായിരുന്നത്. ഹസ്രത്ത് കൈസിന്റെ മാതാവിന്റെ പേര് ഷൈബ ബിൻത് ആസിം എന്നായിരുന്നു. ഹസ്രത്ത് കൈസ് 70 അൻസാറുകളോടൊപ്പം ബൈഅത്തെ ഉഖബയിൽ ഉൾപ്പെടുകയുണ്ടായി. ബദർ ഉഹദ് യുദ്ധങ്ങളിലും പങ്കെടുക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. ബദർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സൈന്യത്തോടൊപ്പം മദീനക്ക് പുറത്ത് ബുയൂത്തു സുഖിയായുടെ അടുത്ത് താമസിക്കുകയുണ്ടായി. അതിൽ പ്രായം കുറഞ്ഞ കുട്ടികളെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകാനുള്ള താൽപര്യം കൊണ്ട് കൂടെ വന്നതായിരുന്നു. അവരെ അവിടെ നിന്ന് തിരിച്ചയക്കുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, സുഖിയ അരുവിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരിക. അവിടുന്ന് അതിലെ വെള്ളം കുടിച്ചു. എന്നിട്ട് സുഖിയയിലെ വീടുകൾക്ക് അടുത്ത് വെച്ച് അവിടുന്ന് നമസ്കരിച്ചു. സുഖയിൽ നിന്ന് പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് കൈസ് ബിൻ അബി സഅസയോട് മുസ്ലിങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറഞ്ഞു. ഈ അവസരത്തിൽ അദ്ദേഹത്തെ വെള്ളത്തിനു മുകളിൽ മേൽനോട്ടം വഹിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ബേറെ ഐനബ, അത് ഏകദേശം മസ്ജിദ് നബവിയിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരത്തിലാണ്, അവിടെ തമ്പടിച്ചു. ഹസ്രത്ത് കൈസ് എണ്ണി തിട്ടപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുക എത്ര പേരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹസ്രത്ത് കൈസ് എണ്ണി തിട്ടപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇവരുടെ എണ്ണം 313 ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ സന്തോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, താലൂത്തിന്റെ കൂടെ ഉള്ളവരുടെ എണ്ണവും ഇത്ര തന്നെയായിരുന്നു. നബവിയിൽ നിന്ന് ഇതിന്റെ ദൂരം ഏകദേശം 2 കിലോമീറ്റർ ആണ്. അതിന്റെ പഴയ പേര് ഹുസൈക്ക എന്നായിരുന്നു.
ഹസ്രത്ത് ഖല്ലാദ് വിവരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈക്കയുടെ പേര് മാറ്റി സുഖിയ എന്ന് വെക്കുകയുണ്ടായി. പറയുന്നു, എന്റെ ഹൃദയത്തിൽ ഈ ഒരു ആഗ്രഹമുണ്ടായി, ഞാൻ സുഖിയയെ വാങ്ങിക്കണം എന്ന്. എന്നാൽ എനിക്ക് മുമ്പ് തന്നെ ഹസ്രത്ത് സഅദ് ബിൻ അബി വക്കാസ് 2 ഒട്ടകത്തിന്റെ തുകക്ക് അത് വാങ്ങിക്കുകയുണ്ടായി. ചിലരുടെ അഭിപ്രായ പ്രകാരം 4 ഓക്കിയ, അതായത് 280 ദിർഹമിന്റെ വിലക്ക് അത് വാങ്ങിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ടായപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇതിന്റെ കച്ചവടം സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്കയുടെ നേതൃത്വം അങ്ങയെ ഏൽപ്പിക്കുകയുണ്ടായി. സാക്ക എന്ന് പറയുന്നത് സൈന്യത്തിന്റെ ആ സംഘമാണ്, ഏതൊന്നാണോ സൈന്യത്തിന്റെ സുരക്ഷിതത്തിനു വേണ്ടി പിന്നാലെ വരുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ ഇദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാൻ എത്ര കാലയളവിലാണ് വിശുദ്ധ ഖുർആൻ ഓതി പൂർത്തിയാക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 15 രാത്രി കൊണ്ട്. ഹസ്രത്ത് കൈസ് അപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെ സ്വയം അതിനേക്കാൾ കൂടുതൽ തൗഫീഖുള്ള ആളായി മനസ്സിലാക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ജുമ മുതൽ അടുത്ത ജുമ വരെ പൂർത്തിയാക്കിക്കൊള്ളുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ ഇതിനേക്കാൾ കൂടുതൽ തൗഫീഖുള്ള ആളായി മനസ്സിലാക്കുന്നു. പിന്നീട് അദ്ദേഹം ദീർഘകാലം ഇതേപോലെ വിശുദ്ധ ഖുർആൻ ഓതി പൂർത്തിയാക്കുമായിരുന്നു. ഏതുവരെ എന്നാൽ അദ്ദേഹം വൃദ്ധനായി, കണ്ണുകൾ തുണിവെച്ച് കെട്ടാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം 15 രാത്രികൾ കൊണ്ടാണ് ഖുർആൻ ഓതി പൂർത്തിയാക്കിയിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുമായിരുന്നു, അഥവാ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവധിയെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ. ഹസ്രത്ത് കൈസിന്റെ 2 കുട്ടികൾ അൽഫാക്കെ, ഹാരിസ് എന്നിവരായിരുന്നു. ഇവർ 2 പേരുടെയും മാതാവ് ഉമാമ ബിൻത് മആസ് ആയിരുന്നു. ഹസ്രത്ത് കൈസിന്റെ തലമുറ മുന്നോട്ട് പോയിട്ടില്ല. ഹസ്രത്ത് കൈസിന് 3 സഹോദരന്മാരുണ്ടായിരുന്നു. അതായത് ഇവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്തിൽ നിന്ന് അനുഗ്രഹത്തിന് അവസരം ലഭിച്ചു. എന്നാൽ ബദറിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇതിൽ ഹസ്രത്ത് ഹാരിസ് യമാമ യുദ്ധത്തിൽ ഷഹീദായി. ഹസ്രത്ത് അബു കിലാബ്, ഹസ്രത്ത് ജാബിർ ബിൻ അബി സഅ മൂത്ത യുദ്ധത്തിൽ ഷഹാദത്തിന്റെ പാനീയം കുടിക്കുകയുണ്ടായി. ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസ് ആണ് ഒരു സഹാബി. ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസ് അദ്ദേഹം ബനു മുത്തലിബിൽപ്പെട്ട ആളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുവായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം ബനു മുത്തലബ് ഗോത്രവുമായിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബു ഹാരിസ് എന്നായിരുന്നു. എന്നാൽ ചിലരുടെ അഭിപ്രായ പ്രകാരം അബു മുആവിയ എന്നായിരുന്നു. മാതാവിന്റെ പേര് സുഹൈല ബിൻത്ത് ഖസായി എന്നായിരുന്നു. ഹസ്രത്ത് ഉബൈദ പ്രായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 10 വയസ്സ് മൂത്തതായിരുന്നു. ഇദ്ദേഹം പ്രാരംഭ കാലഘട്ടത്തിൽ വിശ്വസിച്ച ആളുകളിൽ ഉൾപ്പെട്ട ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ അർക്കമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഹസ്രത്ത് അബു ഉബൈദ, ഹസ്രത്ത് അബു സൽമ ബിൻ അബ്ദുല്ല അസദി, ഹസ്രത്ത് അബ്ദുല്ല ബിൻ അർക്കം മഖ്സൂമി, ഹസ്രത്ത് ഉസ്മാൻ ബിൻ മഅസൂം എന്നിവരെല്ലാം ഒരുമിച്ച് ഒരേ സമയത്ത് വിശ്വസിച്ചവരാണ്. ഹസ്രത്ത് ഉബൈദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ പ്രത്യേകമായ സ്ഥാനം ഉണ്ടായിരുന്ന ആളായിരുന്നു. ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസ് പ്രാരംഭകാലത്ത് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ബനു അബ്ദുൽ മനാഫിന്റെ നേതാക്കന്മാരിൽപ്പെട്ട ആളായിരുന്നു. ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസ് തന്റെ 2 സഹോദരന്മാർ ഹസ്രത്ത് തുഫൈൽ ബിൻ ഹാരിസ്, ഹസ്രത്ത് ഹുസൈൻ ബിൻ ഹാരിസ് എന്നിവരോടൊപ്പം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. അവരോടൊപ്പം ഹസ്രത്ത് മിസ്താ ബിൻ അസാസയും ഉണ്ടായിരുന്നു. യാത്രയ്ക്കു മുമ്പ് തീരുമാനിച്ചു ഇവർ നാജിദ് താഴ്വരയിൽ ഒരുമിച്ച് കൂടുന്നതായിരിക്കും. എന്നാൽ ഹസ്രത്ത് മുസ്താ ബിൻ അസാസ പിന്നിലായിപ്പോയി. കാരണം അദ്ദേഹത്തെ പാമ്പ് കടിച്ചിരുന്നു. അടുത്ത ദിവസം ഇവർക്ക് അറിയാൻ സാധിച്ചു ഹസ്രത്ത് മിസ്താ പാമ്പ് കടിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഇവർ തിരിച്ചു വന്നു. എന്നിട്ട് അദ്ദേഹത്തെയും കൂട്ടി മദീനയിൽ എത്തി. മദീനയിൽ ഇവർ ഹസ്രത്ത് അബ്ദുറഹ്മാൻ ഇബ്നു സലമയുടെ അവിടെയാണ് താമസിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസ്
ഹസ്രത്ത് ഉമൈർ ബിൻ അൽ ഹുമാമിന് ഇടയ്ക്ക് സാഹോദര്യ ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസ്, ഹസ്രത്ത് ഉമൈർ ബിൻ ഹുമാം രണ്ടുപേരും ബദർ യുദ്ധത്തിൽ ഷഹീദായി. ഇവരുടെ രണ്ട് സഹോദരൻ ഹസ്രത്ത് തുഫൈൽ ബിൻ ഹാരിസ്, ഹസ്രത്ത് ഹുസൈൻ ബിൻ ഹാരിസ് എന്നിവരും ബദർ യുദ്ധത്തിൽ അങ്ങയോടൊപ്പം പങ്കെടുത്തിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് കുഫാറിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി, മുസ്ലിങ്ങളെ സുരക്ഷിതമാക്കി വെക്കുന്നതിനു വേണ്ടി പല വിധത്തിലുള്ള തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെയും യുദ്ധപരമായ ദീർഘദൃഷ്ടിയുടെയും ഒരു വ്യക്തമായ തെളിവാണ്. ഇതിനെ പരാമർശിച്ചുകൊണ്ട് സീറത്തു ഖാത്തമുൻ നബിയിൽ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇപ്രകാരം എഴുതുന്നു: ചരിത്രത്തിൽ നിന്ന് തെളിയുന്നു, ആദ്യത്തെ സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഉബൈദ ബിൻ അൽ ഹാരിസിന്റെ നേതൃത്വത്തിൽ നിയോഗിച്ചയച്ചു. അതിനെ ഇക്രിമ ബിൻ അബൂ ജഹലിന്റെ സംഘവുമായി ഏറ്റുമുട്ടേണ്ടതായി വന്നു. മക്കയിൽ നിന്ന് രണ്ട് ബലഹീനരായ മുസ്ലിങ്ങൾ ഖുറൈശികളോടൊപ്പം ചേർന്നുകൊണ്ട് വന്നിരുന്നു. അവർ ഖുറൈശികളെ ഉപേക്ഷിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ കൂടെ ചേരുകയുണ്ടായി. റിവായത്തിൽ വരുന്നു, ഈ മുസ്ലിങ്ങളുടെ സംഘം ഖുറൈശികളുടെ നേരിൽ വന്നപ്പോൾ രണ്ട് ആളുകൾ, മിഖ്ദാദ് ബിനു അംർ, ഉത്ബ ബിനു ഗസ്വാൻ, അവർ ബനു സുഹ്റ എന്നും ബനു നൌഫൽ എന്നിവരുടെ സഖ്യകക്ഷിയായിരുന്നു. മുശ്രിക്കീങ്ങളിൽ നിന്ന് ഓടി മുസ്ലിങ്ങളുടെ കൂടെ വന്നു ചേരുകയുണ്ടായി. ഇവർ രണ്ടുപേരും മുസ്ലിങ്ങളായിരുന്നു. നിഷേധികളുടെ മറപറ്റിക്കൊണ്ട് മുസ്ലിങ്ങളുടെ കൂടെ വന്നു ചേരുന്നതിനു വേണ്ടി പുറപ്പെട്ടതായിരുന്നു. ഈ പാർട്ടികളെ നിയോഗിച്ചയച്ചതിന്റെ ഒരു ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് ഇതുകൂടിയായിരുന്നു: ഖുറൈശികളുടെ അക്രമത്തിനിരയായ മുസ്ലിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനു വേണ്ടി, മുസ്ലിങ്ങളുമായി വന്നുചേരാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി. ഹിജ്റത്തിന് 8 മാസങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസിനെ 60 അല്ലെങ്കിൽ 80 സൈന്യത്തോടൊപ്പം നിയോഗിച്ചയക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസിന് ഒരു വെളുത്ത നിറത്തിലുള്ള പതാക ഉണ്ടാക്കി നൽകി. അത് ഹസ്രത്ത് മുസ്ത ബിൻ അസാസയാണ് ഉയർത്തിയത്. ഈ സംഘത്തിന്റെ ലക്ഷ്യം ഇതായിരുന്നു, അതായത് ഇവരെ നിയോഗിച്ചയച്ചത് ഈ സൈന്യത്തെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനെ ഖുറൈശികളുടെ ഒരു കച്ചവട സംഘത്തെ വഴിയിൽ തടയുന്നതിന് വേണ്ടിയായിരുന്നു. ഖുറൈശികളുടെ സംഘത്തിന്റെ നേതാവ് അബൂ സുഫിയാനായിരുന്നു. ചിലരുടെ അഭിപ്രായ പ്രകാരം ഇക്രിമ ബിൻ അബൂജഹലായിരുന്നു. ചിലരുടെ അഭിപ്രായ പ്രകാരം മിക്രസ് ബിൻ ഹിഫസ് ആയിരുന്നു. ഈ സംഘത്തിൽ 200 ആളുകളാണ് ഉണ്ടായിരുന്നത്. അതായത് നിഷേധികളുടെ കാഫിറുകളുടെ സംഘത്തിൽ 200 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇവർ കച്ചവട ധനവുമായി പോവുകയായിരുന്നു. സഹാബാക്കളുടെ ഈ സംഘം റാബിക് എന്ന താഴ്വരയിൽ ഇവരെ കണ്ടു. അതിനെ ഈ സ്ഥലത്തെ വാദാൻ എന്നു പറയുന്നു. രണ്ട് സംഘങ്ങൾക്കും ഇടയിൽ അമ്പെയ്ത്തല്ലാതെ മറ്റൊന്നും തന്നെ നടന്നില്ല. യുദ്ധത്തിനായി പരസ്പരം നിരനിരയായി നിന്നില്ല. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യമായി അമ്പെയ്ത സഹാബി ഹസ്രത്ത് സഅദ് ബിൻ അബി വക്കാസ് ആയിരുന്നു. ഇതാണ് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായി എയ്യപ്പെട്ട അമ്പ്. ഈ അവസരത്തിൽ ഹസ്രത്ത് മിഖ്ദാദ് ബിൻ അസ്വദ്, ഹസ്രത്ത് ഉയൈന ബിൻ ഗസ്വാൻ, ഇബ്നു ഹിഷാം, താരീഖ് തിബിരി എന്നിവയിൽ ഉത്ബ ബിൻ ഗസ്വാൻ എഴുതിയിട്ടുണ്ട്. മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് വന്ന് മുസ്ലിങ്ങളിൽ ചേരുകയുണ്ടായി. രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു. മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു. ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ സൈന്യ സംഘമായിരുന്നു ഇത്. അമ്പെയ്തതിനു ശേഷം രണ്ട് വിഭാഗവും പിന്നോട്ടു മാറി. മുശ്രിക്കീങ്ങളുടെ മേൽ മുസ്ലിങ്ങളുടെ വലിയ ഭയം ഉണ്ടായി. അവർ വിചാരിച്ചു മുസ്ലിങ്ങളുടെ വലിയ ഒരു സൈന്യമുണ്ട്, ഇവർക്ക് സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ഭയപ്പെട്ടുകൊണ്ട് പിന്നോട്ട് പോയി. മുസ്ലിങ്ങളാകട്ടെ അവരെ പിന്തുടരുകയും ചെയ്തില്ല. പോയിരുന്നു, എന്നാൽ പിന്നാലെ പോയി ഈ സ്ഥിരമായ നിലയിൽ യുദ്ധം ചെയ്യുകയോ ആക്രമിക്കുകയോ ചെയ്തില്ല. അവരാക്രമിച്ചു, ഇവരും അമ്പെയ്തു, അവരും അമ്പെയ്തു. അവസാനം അവർ പിന്നോട്ട് പോയി, അതായത് നിഷേധികൾ. അപ്പോൾ മുസ്ലിങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നു,
ഗദ്വാൻ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ റബിയുൽ അവലിന്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുത്ത ബന്ധുവായ ഉബൈദ ബിൻ ഹാരിസ് മുത്തലബിയുടെ നേതൃത്വത്തിൽ 60 ഒട്ടക യാത്രക്കാരായ മുഹാജിരിങ്ങളുടെ ഒരു സംഘത്തെ നിയോഗിച്ചയച്ചു. ഈ സംഘത്തിന്റെ ലക്ഷ്യം മക്കയിലെ ഖുറൈശിയുടെ ആക്രമണത്തെ തടയുക എന്നുള്ളതായിരുന്നു. ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അല്പം ദൂരം പിന്നിട്ട് സനിയത്തുൽ മർഅ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോൾ എന്താണ് കാണുന്നത്? ഖുറൈശികളുടെ ഒരു സർവായുധഭൂഷിതരായ യുവാക്കൾ ഇക്രിമ ബിൻ അബൂജഹലിന്റെ നേതൃത്വത്തിൽ തമ്പടിച്ചു നിൽക്കുന്നു. ഈ ഇരുവിഭാഗവും പരസ്പരം ഏറ്റുമുട്ടുകയുണ്ടായി. എന്നാൽ കുറച്ച് അമ്പയ്യലും നടന്നു. എന്നാൽ മുശ്രിക്കീങ്ങളുടെ സംഘം ഭയപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളുടെ പിന്നിൽ ഒരു സൈന്യമുണ്ടെന്ന് ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് ആ സൈന്യം പിന്നോട്ടു പോവുകയുണ്ടായി. മുസ്ലിങ്ങളാകട്ടെ അവരെ പിന്തുടരുകയും ചെയ്തില്ല. എന്നാൽ മുശ്രിക്കീങ്ങളുടെ സൈന്യത്തിൽ നിന്ന് 2 പേർ, മിഖ്ദാദ് ബിൻ അംർ, ഉത്ബ ബിൻ ഗസ്വാൻ, ഇക്രിമ ബിൻ അബൂജഹലിന്റെ സംഘത്തിൽ നിന്ന് സ്വയം ഓടി മുസ്ലിങ്ങളുടെ കൂടെ വന്നു ചേരുകയുണ്ടായി. എഴുതിയിരിക്കുന്നു, അവർ ഈ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഖുറൈശികളോടൊപ്പം നിന്നത്. അവസരം ലഭിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ കൂടെ വന്നു ചേരാം. കാരണം അവർ ഹൃദയം കൊണ്ട് മുസ്ലിങ്ങളായിരുന്നു. എന്നാൽ തങ്ങളുടെ ബലഹീനത കാരണം ഖുറൈശികളുടെ ഭയപ്പെട്ടുകൊണ്ട് ഹിജ്റത്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഒരുപക്ഷെ ഇതേ സംഭവം ഖുറൈശികളെ ഭയപ്പെടുത്തിയിരിക്കാം. അവർ ഇതിനെ ദുശ്ശകുനമായി മനസ്സിലാക്കിക്കൊണ്ട് പിന്നോട്ട് പോകാൻ തീരുമാനം എടുത്തതായിരിക്കാം. ചരിത്രത്തിൽ ഈ കാര്യം രേഖപ്പെടുന്നില്ല. ഖുറൈശികളുടെ ഈ സംഘം തീർച്ചയായും അത് ഒരു കച്ചവട സംഘം മാത്രമായിരുന്നു എന്ന്. കച്ചവടത്തിന്റെ മറയിൽ ഇവർ ഒരു സൈന്യവുമായിട്ട് എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ടാണ് പുറപ്പെട്ടിരുന്നത്. ഇതിനെക്കുറിച്ച് ഇബ്നു ഇസ്ഹാഖ് ജമഅ അസീം, അതായത് വലിയ ഒരു സൈന്യം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇങ്ങോട്ട് വന്നിരുന്നത്. എന്നാൽ ഇത് വളരെ ഉറച്ച കാര്യമാണ്. അവരുടെ നിയ്യത്ത് ശരിയായിരുന്നില്ല. നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല അവർ വന്നിരുന്നത്. അവരെ ആക്രമിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അമ്പെയ്തത്. നിശ്ചയമായും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ആദ്യത്തെ അമ്പെയ്ത്ത് നിഷേധികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമായിരുന്നു. മുസ്ലിങ്ങൾ ശ്രദ്ധാലുക്കളാണെന്ന് കണ്ടുകൊണ്ട് തങ്ങളുടെ ആളുകളിൽ നിന്ന് ചിലർ മുസ്ലിങ്ങളിലേക്ക് പോകുന്നതായി കണ്ടുകൊണ്ട് അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ തിരിച്ചു പോവുകയുണ്ടായി. സഹാബാക്കൾക്ക് ഈ സംഘം കൊണ്ട് ഈ പ്രയോജനവും ലഭിച്ചു. 2 മുസ്ലിം ആത്മാക്കൾ ഖുറൈശികളുടെ അക്രമത്തിൽ നിന്ന് മോചനം നേടുകയുണ്ടായി. അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തിന്റെ അവസരത്തിൽ വലീദ് ബിൻ ഉത്ബയുമായി ഏറ്റുമുട്ടുകയുണ്ടായി. ഹദീസിൽ വരുന്നു, വിശുദ്ധ ഖുർആന്റെ ഒരായത്ത് ഈ സംഭവമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഹസ്രത്ത് അലിയിൽ നിന്ന് നിവേദനം, ഈ ആയത്ത് ഹാദാനി ഖസ്മാൻ ഇഖ്തസമു ഫി റബ്ബിഹിം എന്നുള്ളത് ഈ ആളുകളെ കുറിച്ചാണ് ഇറങ്ങിയത്. അവർ ബദർ യുദ്ധത്തിൽ ഏറ്റുമുട്ടുകയുണ്ടായി. ഹസ്രത്ത് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്, ഹസ്രത്ത് അലി ബിൻ അബി താലിബ്, ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസ്, ഉതീബ ബിൻ റബിയ, ഷീബ ബിൻ റബിയ, വലീദ് ബിൻ ഉത്ബ. ഈ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: 2 കലഹിക്കുന്നവർ അവർ തങ്ങളുടെ നാഥന്റെ പേരിൽ കലഹിക്കുകയുണ്ടായി. മുഴുവൻ ആയത്ത് പ്രകാരമാണ്: ഹാദാനി ഖസിമാൻ ഇഖ്തസമു ഫി റബ്ബിഹിം ഫല്ലദീന കഫറു ഖുതിഅത് ലഹും സിആബം മിനൻ നാരി യുസബ്ബു മിൻ ഫൗഖി റഊസിഹിമുൽ ഹമീം. ഇവർ 2 കലഹിക്കുന്നവരാണ്. അവർ തങ്ങളുടെ നാഥന്റെ പേരിൽ കലഹിച്ചു. ആരാണോ നിഷേധിച്ചത് അവർക്ക് തീ കൊണ്ടുള്ള വസ്ത്രം ധരിപ്പിക്കുന്നതാണ്. അവരുടെ തലക്കു മുകളിലൂടെ ചുട്ടുപഴുത്ത തിളച്ച വെള്ളം ഒഴുക്കുന്നതാണ്. ഏതായിരുന്നാലും ഈ
ഏറ്റുമുട്ടലിനെ കുറിച്ച് വിശദമായി സുനദ് അബൂദാവൂദിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഹദ്രത്ത് അലി ഈ നിവേദനം ചെയ്യുന്നു, ഉത്ബ ബിൻ റബിയയും അതിനു പിന്നാലെ അയാളുടെ മകനും സഹോദരനും മുന്നോട്ട് വന്നു. എന്നിട്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞങ്ങളെ നേരിടാൻ ആരാണ് വരുന്നത്? അൻസാറിലെ പല യുവാക്കളും അതിന് മറുപടി നൽകി. അപ്പോൾ ഉത്ബ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അൻസാറുകളാണ്. ഉത്ബ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുമായി യാതൊരു ഇടപാടും ഇല്ല. ഞങ്ങൾ ഞങ്ങളുടെ പിതൃവ്യന്റെ മക്കളുമായി യുദ്ധം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ഹംസ എഴുന്നേൽക്കൂ, ഓ അലി എഴുന്നേറ്റു നിൽക്കൂ, ഓ ഉബൈദ ബിൻ ഹാരിസ് മുന്നോട്ട് കുതിക്കൂ. ഹദ്രത്ത് അലി വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം കേട്ട ഉടനെ ഹദ്രത്ത് ഹംസ ഉത്ബയ്ക്ക് നേരെയും ഞാൻ ഷീബക്ക് നേരെയും, ഹദ്രത്ത് ഉബൈദ ബിൻ ഹാരിസും വലീദിനും ഇടയിൽ യുദ്ധമുണ്ടായി. രണ്ടുപേരും പരസ്പരം കഠിനമായി മുറിവേൽപ്പിച്ചു. പിന്നീട് ഞങ്ങൾ വലീദിന് നേരെ തിരിഞ്ഞു, അയാളെ വധിച്ചു വീഴ്ത്തി. ഉബൈദയെ ഞങ്ങൾ യുദ്ധമൈതാനിൽ നിന്ന് കൊണ്ടുവന്നു. ഏറ്റുമുട്ടലിനിടയ്ക്ക് യുദ്ധത്തിനിടയ്ക്ക് ഉത്ബ ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസിന്റെ ഞെരിയാണിൽ കഠിനമായ മുറിവേൽപ്പിക്കുകയുണ്ടായി. അത് മുഖേന അദ്ദേഹത്തിന്റെ കാലിന്റെ ഉപ്പൂറ്റി മുറിഞ്ഞുപോയി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ എടുപ്പിച്ചു. ബദർ യുദ്ധം അവസാനിച്ചപ്പോൾ അദ്ദേഹത്തെ സഫ്ര എന്ന സ്ഥലത്ത് കൊണ്ടുവന്നു. സഫ്ര ബദറിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് അദ്ദേഹം വഫാത്താവുകയുണ്ടായി. അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തെ ഖബറടക്കുകയും ചെയ്തു. ഒരു റിവായത്ത് അനുസരിച്ച് ഹദ്രത്ത് ഉബൈദയുടെ കാലിന്റെ ഉപ്പൂറ്റി മുറിഞ്ഞുപോയിരുന്നു. അവിടെ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ സഹാബ ഹസ്രത്ത് ഉബൈദയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാൻ ഷഹീദല്ലേ? അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരുന്നു. യുദ്ധത്തിൽ ഉടനെ തന്നെ അദ്ദേഹം ഷഹീദായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തുകൊണ്ടല്ല, തീർച്ചയായും ഷഹീദാണ്. ഒരു റിവായത്ത് അനുസരിച്ച് ഹദ്രത്ത് ഉബൈദ ബിൻ ഹാരിസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തലയെടുത്ത് തന്റെ മടിയിൽ വെച്ചു. അപ്പോൾ ഹദ്രത്ത് ഉബൈദ പറഞ്ഞു, അബൂ താലിബ് ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അറിയുമായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഇദ്ദേഹത്തിനുമേൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഞാനാണ് അവകാശി. അദ്ദേഹം പറയുമായിരുന്നു, വനുസ്ലിമു ഹത്താ നുസ്റഹ ഹൗലഹു വനസ്ഹല അൻ അബിനാഇന വഹലാഇല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങളെ ഏൽപ്പിക്കും എന്ന് പറയുന്നത് തികച്ചും കളവാണ്. അത് അപ്പോഴാണ് സാധ്യമാവുക എപ്പോഴാണോ ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിലംപരിശാക്കപ്പെടുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യ മക്കളെ കുറിച്ച് അശ്രദ്ധനായിത്തീരുന്നത്. ഇതാണ് അവരുടെ വികാരം. ഷഹാദത്തിന്റെ സമയത്ത് ഹദ്രത്ത് ഉബൈദ ബിൻ ഹാരിസിന്റെ പ്രായം 63 വയസ്സായിരുന്നു. ഈ ഏതാനും സഹാബാക്കളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം ഇനി ഞാൻ നമ്മുടെ ഇന്തോനേഷ്യയിലെ ഒരു ദീർഘകാല സേവകൻ വാക്കിഫെ ജിന്ദഗി മുബല്ലിഗെ സിൽസിലയെ കുറിച്ച് സ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം വഫാത്തായി. അദ്ദേഹത്തിന്റെ പേര് സുയൂത്തി അസീസ് അഹമ്മദ് സാഹിബ് എന്നായിരുന്നു. നവംബർ 19 ഇദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുയൂത്തി സാഹിബ് ഹൃദയത്തിന്റെ കഠിന രോഗത്തിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. ചികിത്സക്കായി അദ്ദേഹത്തെ റബുവയിലേക്ക് അയച്ചിരുന്നു. അവിടെ താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് റബുവയിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ മേജർ സർജറി നടന്നു. കുറച്ചു ദിവസത്തിനു ശേഷം നവംബർ 19 വഫാത്തായി. സന്തപ്ത കുടുംബത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ, 2 ആൺമക്കൾ, 2 പെൺമക്കൾ, 10 പേരക്കുട്ടികൾ ഉണ്ട്. ഇതിൽ 6 കുട്ടികൾ വഖഫെ നൗവിൽ ആണ്. സുയൂത്തി അസീസ് സാഹിബിന്റെ ജനനം 17 ഓഗസ്റ്റ് 1944
ബോണെ വടക്കേ സോലാബേസിയിൽ ആയിരുന്നു. ഇദ്ദേഹം ജാമിയ റബുവയിൽ സെപ്റ്റംബർ 1966 മുതൽ ഒക്ടോബർ 1971 വരെ വിദ്യാഭ്യാസം നേടി. ഏപ്രിൽ 1972 മർക്കസി മുബല്ലിഗായി ഇന്തോനേഷ്യയിൽ അദ്ദേഹത്തെ നിയോഗിച്ചു. 1985 ഇദ്ദേഹത്തിന് ഷാഹിദ് ഡിഗ്രി ലഭിച്ചു. പ്രവർത്തന മേഖലയിൽ വെച്ച് തന്നെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനവും ജോലിയും മുന്നിൽ വെച്ചുകൊണ്ട് 2000 അദ്ദേഹത്തിന് ബൈത്തുല്ലായുടെ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. 1972 മുതൽ 1989 വരെ 7 വർഷം വടക്കേ സുമാട്ര, ലാംപോങ്, ജാംപി, ബാങ്കോലോം എന്നിവിടങ്ങളിൽ മുബല്ലിഗായി സേവനം ചെയ്തു. 1979 മുതൽ 81 വരെ മുഅല്ലിമീൻ ക്ലാസിൽ ഉസ്താദായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. 1981 ജമാഅത്ത് ബോൾബോയുടെ കിഴക്കൻ കിൻകോയിൽ മുബല്ലിഗായി നിയമിച്ചു. പിന്നീട് 82 മുഅല്ലിമീൻ ക്ലാസിൽ നായിബ് ഡയറക്ടറായി നിശ്ചയിച്ചു. 82 മുതൽ 92 വരെ ജാമിയ അഹമ്മദിയ ഇന്തോനേഷ്യയുടെ പ്രിൻസിപ്പലായി. ഇതിന് ഇടയിൽ അദ്ദേഹത്തിന് 1985 ഷാഹിദ് ഡിഗ്രിയും ലഭിച്ചു. 1992 മുതൽ 2016 വരെ 20 വർഷം മിഷണറി ഇൻചാർജ് ആയിരുന്നു. 2017 മുതൽ മരണം വരെ പ്രിൻസിപ്പൽ ജാമിയ അഹമ്മദിയ ഇന്തോനേഷ്യയായി സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. 1973 ഇദ്ദേഹത്തിന്റെ വിവാഹം മുബല്ലിഗെ സിൽസില അബ്ദുൽ വാഹിദ് സാഹിബ് സുമാട്രയുടെ മകൾ അഫീഫ സാഹിബുമായി നടന്നു. അവർ മൗലാന അബ്ദുൽ ബാസിദ് സാഹിബ് അമീർ ജമാഅത്ത് അഹമ്മദ് ഇന്തോനേഷ്യയുടെ മൂത്ത സഹോദരിയാണ്. ഇവരിൽ നിന്ന് സുയൂത്തി സാഹിബിന് 4 മക്കളുണ്ട്. മർദിയ ഖാലിദ്, ഹാരിസ് അബ്ദുൽ ബാരി, സാദത്ത് അഹമ്മദ്, അലീത അത്തിയത്തുൽ അലീം. അഫീഫ സാഹിബ 2009 വഫാത്തായി. അതിനുശേഷം സുയൂത്തി സാഹിബ് അരീന ദമാബിൻടി സാഹിബയെ വിവാഹം കഴിച്ചു. അവരിൽ നിന്ന് മക്കളൊന്നും ഇല്ല. ഇദ്ദേഹം തന്റെ കുടുംബത്തിൽ അഹമ്മദിയത്തിന്റെ ആഗമനത്തെക്കുറിച്ച് ഒരിക്കൽ MTA-യിൽ ഇന്റർവ്യൂ നൽകിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു, എന്റെയും എന്റെ കുടുംബത്തിന്റെയും ബൈഅത്തിനുള്ള ഏറ്റവും വലിയ കാരണം ഇതായിരുന്നു. എന്റെ പിതാമഹൻ ഇപ്രകാരം വസിയത്ത് ചെയ്തിരുന്നു, അവസാന കാലത്ത് ഇമാം മഹ്ദി വരുന്നതാണ്. അദ്ദേഹം വരുമ്പോൾ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കണം. ഈ വസിയത്ത് പൂർത്തിയാക്കാനായി ഞങ്ങളുടെ കുടുംബം 2 തവണ ഹിജ്റത്ത് ചെയ്തു. 1959 ഞങ്ങളുടെ കുടുംബം ലാംഗ്പോങ്ങിലേക്ക് ഹിജ്റത്ത് ചെയ്തു. 1963 ഒരു മുബല്ലിഗ് മൗലാന സൈനി ദഹ്ലാൻ സാഹിബ് തബ്ലീഗിനായി ലാംപോങ്ങിൽ വന്നു. ഞങ്ങളുടെ മുലാഖാത്ത് അദ്ദേഹവുമായി നടന്നു. അദ്ദേഹം പറഞ്ഞു, ഇമാം മഹ്ദി വന്നിരിക്കുന്നു പറയുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇമാം മഹ്ദി വന്നതിന് എന്താണ് തെളിവ്? അദ്ദേഹം ഒരു ഗ്രന്ഥം അവസാന കാലത്തെ മസീഹിന്റെ സത്യസാക്ഷ്യം എന്നത് നൽകുകയുണ്ടായി. ഞങ്ങളുടെ പുസ്തകം വായിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ദൃഢവിശ്വാസമുണ്ടായി, ഇമാം മഹ്ദി ആരാണോ വരേണ്ടിയിരുന്നത് അദ്ദേഹം വന്നിരിക്കുന്നു. ആ ഇമാം മഹ്ദി ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം ആണ്. ചുരുക്കത്തിൽ പറയുന്നു, 13 ഫെബ്രുവരി 1963 19ാമത്തെ വയസ്സിൽ ഞാനും എന്റെ കുടുംബത്തിലെ 40 അംഗങ്ങളും മൗലാന സൈനി ദഹ്ലാൻ സാഹിബ് മുഖേന ബൈഅത്ത് ചെയ്തു. തുടർന്ന് അദ്ദേഹം പറയുന്നു, 1963 റബോയിൽ നിന്ന് വക്കീലു തബ്ഷീർ സാഹിബ് ബാങ്ടോങ്ങിൽ വന്നു. അപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ജമാഅത്തിന്റെ പരിപാടികൾ കണ്ടുകൊണ്ട് മുബല്ലിഗീങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി എന്നിൽ ജമാഅത്തിന്റെ സത്യത കൂടുതൽ വ്യക്തമാക്കപ്പെട്ടു. പിന്നീട് ജാമ്യയിൽ പ്രവേശിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, 1963 മൗലാന അബൂബക്കർ അയ്യൂബ് സാഹിബ്, അദ്ദേഹം വടക്കേ സുമാട്രയിലെ മുബല്ലിഗായിരുന്നു. നവ അഹമ്മദികളുടെ തർബിയത്തിനായി ഞങ്ങളുടെ പക്കൽ ലാംപോങ്ങിൽ വന്നു. ഈ പര്യടനത്തിനു ശേഷം അദ്ദേഹം മിഷണറി ഇൻചാർജ് മൗലാന സയ്യിദ് ഷെയ്ഖ് മുഹമ്മദ് ജിലാനി സാഹിബിന് നൽകിയ റിപ്പോർട്ടിൽ എഴുതി, ലാംപോങ്ങിൽ ബൂഗിസ് സമുദായത്തിൽപ്പെട്ട ഏതാനും ആളുകൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും ഈ സമുദായത്തിൽ നിന്ന് ഒരു മുബല്ലിഗ് ഇല്ല. എന്നാൽ ജാവ സുണ്ട സമുദായത്തിൽ നിന്ന് മുബല്ലിഗീങ്ങളുണ്ട്. തുടർന്ന് അദ്ദേഹം എഴുതി, ഞാൻ അവിടെ 3 അത്തരത്തിലുള്ള യുവാക്കളെ കണ്ടു. അവരെ റബോയിലേക്ക് പഠിക്കാനായി അയക്കാവുന്നതാണ്. പറയുന്നു, ആ 3 യുവാക്കളിൽ ഒരാൾ ഞാനായിരുന്നു. ഞങ്ങളെ 3 പേരെയും റബോയിലേക്ക് ജാമ്യയിലേക്ക് അയക്കാനായി ശുപാർശ ചെയ്തു.
ഞങ്ങളോട് പാസ്പോർട്ട് ഉണ്ടാക്കാനായി പറഞ്ഞു. എന്നാൽ ഇന്തോനേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം നല്ലതായിരുന്നില്ല. പാസ്പോർട്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നീട് 1966 മിഷണറി ഇൻചാർജ് മൗലാന ഇമാമുദ്ദീൻ സാഹിബിന്റെ കൂടെ പാകിസ്ഥാൻ എംബസിയിൽ വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. 15 മിനിറ്റ് കൊണ്ട് വിസ ലഭിച്ചു. പിന്നീട് കറാച്ചിയിൽ എത്തി. പറയുന്നു, ഒരു രാത്രി ഞാൻ കറാച്ചിയിൽ താമസിച്ചു. അവിടെ നിന്ന് ട്രെയിൻ മാർഗം റബുവയിലെത്തി. പിന്നീട് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്നിറങ്ങി നടന്നുകൊണ്ട് ജാമ്യയിൽ എത്തി. അദ്ദേഹം പറയുന്നു, ജാമ്യയിലെ ഒരുപാട് വിദ്യാർത്ഥികൾ എന്നെ സ്വീകരിച്ചു. പുതിയ അന്തരീക്ഷമായിരുന്നു. തുടക്കകാലത്ത് ഒരുപാട് പ്രയാസം ഉണ്ടായി. പിന്നീട് അതൊരു ശീലമായി മാറി. പറയുന്നു, 3 ദിവസത്തിനു ശേഷം എനിക്ക് ജാമ്യയിൽ പ്രവേശനം ലഭിച്ചു. അധ്യാപകരിൽ ഒരാൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സഹാബി ഹസ്രത്ത് മാസ്റ്റർ അതാ മുഹമ്മദ് സാഹിബ് ആയിരുന്നു. പറയുന്നു, റബോയിൽ താമസിക്കുന്നതിനിടയ്ക്ക് എനിക്ക് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരുപാട് സഹാബാക്കളുമായി മുലാഖാത്ത് നടത്താനുള്ള ഭാഗ്യം ലഭിച്ചു. എപ്പോഴും ഏതെങ്കിലും സഹാബിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവരോട് സംസാരിക്കാനും അവരുടെ കാലുകൾ തടവുകയും ചെയ്യുമായിരുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസുമായുള്ള സന്തോഷപ്രദമായ ഒരു മുലാഖാത്തിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഖലീഫത്തുൽ മസീഹ് സാലിസ് ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ അവിടുന്നുമായി ആദ്യമായി മുലാഖാത്ത് നടത്തി. ഹുസൂറിനെ ആലിംഗനം ചെയ്തു. ഹുസൂർ റഹ്മത്തുള്ളാഹി തആല ഞങ്ങളുടെ കവിളുകളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇവർ ഇന്തോനേഷ്യയിൽ നിന്ന് വന്നവരാണ്. നിങ്ങൾ എല്ലാവരും എത്രത്തോളം ഫോറിൻ രാജ്യങ്ങളിലെ കുട്ടികൾ ഉണ്ടായിരുന്നുവോ അവർ ദൂരെ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ കുട്ടികളാണ്. പറയുന്നു, ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹിന്റെ സാലിസിന്റെ ആത്മീയ പ്രകാശം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും എളുപ്പമായി തീർന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് പറഞ്ഞിരുന്നു, അഥവാ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ എന്റെ അടുത്ത് വരിക. പറയുന്നു, ഞാൻ ഇന്തോനേഷ്യയിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഹുസൂറുമായി മുലാഖാത്ത് നടത്താനായി പോയി. ഖലീഫത്തുൽ മസീഹ് സാലിസ് പറഞ്ഞു, താങ്കൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ഗ്രന്ഥങ്ങൾ വേണം. ഞാൻ ഓഫീസിൽ പോയിരുന്നു, എന്നാൽ എനിക്ക് അത് ലഭിച്ചില്ല. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് തന്റെ പേന കൊണ്ട് ഒരു നോട്ട് എഴുതി സുയൂത്തിക്ക് ഗ്രന്ഥങ്ങൾ നൽകുക. പറയുന്നു, അതിനുശേഷം എനിക്ക് റുഹാനി ഖസാന്റെ മുഴുവൻ സെറ്റും നൽകുകയുണ്ടായി. അതിപ്പോഴും എന്റെ പക്കലുണ്ട്. പോകുന്നതിനു മുമ്പായി ഹുസൂർ റഹ്മത്തുള്ളാഹി വളരെ അധിക നേരം എന്നെ ആലിംഗനം ചെയ്തു. എന്റെ ചെവിയിൽ പറഞ്ഞു, തന്റെ യജമാനനോട് ഒരിക്കലും കൂറില്ലായ്മ കാണിക്കരുത്. ഇതാണ് എന്റെ ഉപദേശം. ഒരു സംഭവം എഴുതുന്നു, 1993 അമീർ സാഹിബ് ഇന്തോനേഷ്യ ഷെരീഫ് അഹമ്മദ് ഗുഗു സാഹിബ് ആഗോള ബൈഅത്ത് പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എന്നെ ഫിലിപ്പൈനിലേക്ക് അയച്ചു. എന്നോട് പറഞ്ഞു, ഇത് ഹുസൂറിന്റെ കൽപ്പനയാണ്, ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ. പറയുന്നു, ഞാൻ വളരെ ബലഹീനനാണ്, ഭാഷയും അറിയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് താങ്കളുടെ മേൽ പൂർണ്ണ വിശ്വാസമുണ്ട്. താങ്കളുടെ കൽപ്പന ഇത് തന്നെയാണ് എങ്കിൽ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ ജമാഅത്തിന്റെ സെന്ററിലേക്ക് പോയി. അവിടെ എത്തുന്നതിനു വേണ്ടി മനിലയിലൂടെ ബബുവ കാസിലൂടെ പോകേണ്ടിയിരുന്നു. പറയുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചു. എനിക്ക് കഠിനമായ കോളറ പിടിപെട്ടു. വയർ ചീത്തയായി. വളരെയധികം ബലഹീനത ബാധിച്ചു. ഈ സമയത്ത് ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ, ഇവിടെ വെച്ച് ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ ജനാസ നമസ്കരിക്കാൻ ഒരു മുസ്ലിം പോലും ഇല്ല. പറയുന്നു, രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഒരു നഴ്സ് യൂണിഫോം ധരിച്ച് എന്റെ അടുത്ത് വന്നു. എന്റെ തലയിൽ തലോടിക്കൊണ്ട് ഊതി. അപ്പോൾ എനിക്ക് എന്റെ ശരീരം തണുക്കുന്നത് പോലെ തോന്നി. ആ തണുപ്പ് എന്റെ കാലിന്റെ വിരലിലൂടെ പുറത്തു വന്നു. പറയുന്നു, രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചിരുന്നു. അങ്ങനെ ഞാൻ താവിയിലേക്ക് പുറപ്പെട്ടു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 3 മാസം കൊണ്ട് അവിടെ 130 ആളുകൾ ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. അബ്ദുൽ ബാസിദ് സാഹിബ് അമീർ ജമാഅത്ത് ഇന്തോനേഷ്യ എഴുതുന്നു, സുയൂത്തി അസീസ് സാഹിബിനെ സഹോദരി ഭർത്താവ് എന്ന നിലയിലും മുബല്ലിഗായും വളരെ അടുത്തു നിന്ന് കാണാൻ സാധിച്ചു. വളരെ നല്ലതുപോലെ കാണാൻ സാധിച്ചു. വളരെ സാധാരണ പ്രകൃതത്തിന് ഉടമയായിരുന്നു. വിനയത്തിന്റെ ഉന്നതമായ മാതൃകയായിരുന്നു. എല്ലാ അവസ്ഥയിലും ക്ഷമയും സഹനത്തിന്റെയും മാതൃകയായിരുന്നു. ദുആ ചെയ്യുന്ന, തഹജ്ജുദ് അനുഷ്ഠിക്കുന്ന, അല്ലാഹുവിൽ അങ്ങേയറ്റം തവക്കൽ ചെയ്യുന്ന ആളായിരുന്നു.
അദ്ദേഹത്തിന് ഖിലാഫത്ത് വ്യവസ്ഥയോടും ഖുലഫാക്കളോടും വലിയ ഇഖ്ലാസും അങ്ങേറ്റത്തെ സ്നേഹവും അനുരക്തിയുമായിരുന്നു. ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തന്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കാൾ എപ്പോഴും മുൻഗണന നൽകുമായിരുന്നു. ഒരു വിജയശീലാളിയായ ജമാഅത്തിന്റെ സേവകനായിരുന്നു. ഏതെല്ലാം ഉത്തരവാദിത്വവും ഭാരവാഹിത്വവും അദ്ദേഹത്തെ ഏൽപ്പിച്ചു വളരെ ആത്മാർത്ഥതയോടും കൂറോടും കൂടി നിറവേറ്റിയിരുന്നു. അദ്ദേഹം മുബല്ലിഗ എന്ന നിലയിലാണെങ്കിലും, ജാമ്യയിലെ ഉസ്താദ് എന്ന നിലയിലാണെങ്കിലും, പ്രിൻസിപ്പൽ എന്ന നിലയിലാണെങ്കിലും, മിഷണറി ഇൻചാർജ് എന്ന നിലയിലാണെങ്കിലും ഒരു വഖഫെ സിന്ദഗിക്ക് ഉന്നതമായ മാതൃകയും ഉദാഹരണവുമായിരുന്നു. മസ്ഊദ് സാഹിബ് ഇന്തോനേഷ്യ ജാമ്യയുടെ നായബ് പ്രിൻസിപ്പളാണ്. പറയുന്നു, സുയൂത്തി സാഹിബ് ജാമ്യയെ ദർജ ഖാംസ റാബിയ സാൽസയിൽ വിശുദ്ധ ഖുർആൻ തർജമയാണ് പഠിപ്പിച്ചിരുന്നത്. ദർജ മുബശ്ശിനിൽ കലാം ആണ് പഠിപ്പിച്ചിരുന്നത്. പഠിപ്പിക്കുന്നതിനായി അദ്ദേഹം ഇർഫാനെ ഇലാഹി എന്ന ഗ്രന്ഥം ഇന്തോനേഷ്യൻ ഭാഷ തർജമ ചെയ്തിരുന്നു. രോഗം കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യം ബലഹീനമായപ്പോൾ, നടക്കുന്നത് പ്രയാസമായപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ ഓഫീസിൽ വന്ന് പഠിക്കുമായിരുന്നു. റബുവിൽ പോകുന്നതിനു മുമ്പും അദ്ദേഹം നവംബർ 8 ഇദ്ദേഹം അവസാനത്തെ ക്ലാസ് എടുക്കുകയുണ്ടായി. എപ്പോഴും ഇത് പറയുമായിരുന്നു, ജാമ്യയെ ഇപ്പോൾ ഷാഹിദ് വരെ ഉയർത്തിയിരിക്കുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഖലീഫത്തുൽ മസീഹിന്റെ ആഗ്രഹം പൂർത്തിയാക്കുന്നതിന് വേണ്ടി വളരെയധികം അധ്വാനിക്കണം. ഇദ്ദേഹത്തിന്റെ ഒരു മകൾ മർദിയ സാഹിബ എഴുതുന്നു, പിതാവ് തന്റെ ജീവിതം മുഴുവനായും വഖഫ് ചെയ്തിരുന്നു. തന്റെ ജീവിതം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ കഴിച്ചുകൂട്ടി. ഇതുവരെ എന്നാൽ ഞങ്ങൾ വളരെ കുറച്ചു മാത്രമാണ് വിനോദയാത്രകൾ പോലും പോയത്. എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു വഖഫെ സിന്ദഗിയുടെ ജീവിതം ഇത് തന്നെയാണെന്ന്. ഇതാണ് അദ്ദേഹം തന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്. വഖഫെ സിന്ദഗിയുടെ മുഴുവൻ സമയവും ജമാഅത്തിനു വേണ്ടിയാണ്. വീണ്ടും ഇദ്ദേഹം പറയുന്നു, തർബിയത്ത് ചെയ്യുന്നതിൽ പിതാവിന്റെ തത്വം ഇതായിരുന്നു. കൂടുതലായി ഉപദേശിക്കാറുണ്ടായിരുന്നില്ല, മറിച്ച് തന്റെ കർമ്മം കൊണ്ട് കർമ്മപരമായ മാതൃക കാണിക്കുമായിരുന്നു. പിന്നീട് പറയുന്നു, എന്റെ ഉമ്മ രോഗിയായപ്പോൾ സഹനത്തോടുകൂടി അവരെ സേവിക്കുമായിരുന്നു. വീട്ടിലെ ജോലിയും സ്വയം ചെയ്യുമായിരുന്നു. റംസാനിൽ അത്താഴവും നോമ്പുതുറയും സ്വയം തയ്യാറാക്കുമായിരുന്നു. ഒരിക്കലും ഒരാളോടും പറയാറുണ്ടായിരുന്നില്ല, എന്റെ ഈ ജോലി അല്പം ചെയ്താലും. തന്റെ ജോലി സ്വയം കൈകൊണ്ട് ചെയ്യുന്ന ശീലമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ സാദത്ത് അഹമ്മദ് പറയുന്നു, ഞങ്ങളുടെ തർബിയത്ത് വളരെ ക്ഷമയോടുകൂടി ചെയ്യുമായിരുന്നു. എന്നാൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവിടുന്ന് വളരെയധികം താക്കീത് ചെയ്യുമായിരുന്നു. ചെറുപ്പത്തിൽ നമസ്കാരത്തിന്റെ സമയമായാൽ ഞങ്ങളെ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി ഉപദേശിക്കുമായിരുന്നു. അഥവാ ഞാൻ പള്ളിയിലില്ല എങ്കിൽ എന്നെ അന്വേഷിച്ചു വരികയും പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. എപ്പോഴും പറയുമായിരുന്നു, നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത്. നമസ്കാരത്തിനോടൊപ്പം സുന്നത്തും നമസ്കരിക്കണം. എപ്പോഴും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. ഇദ്ദേഹത്തിന്റെ മകൾ അത്തിയത്തുൽ അലീം പറയുന്നു, പിതാവ് എപ്പോഴും സത്യം മാത്രമേ പറയുമായിരുന്നുള്ളൂ. തന്റെ കുട്ടികളോട് ഒരിക്കലും കളവ് പറയാറുണ്ടായിരുന്നില്ല. തമാശക്ക് പോലും തഹജ്ജുദ് ഒരിക്കൽ പോലും ഉപേക്ഷിക്കുമായിരുന്നു. എപ്പോഴും പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുമായിരുന്നു. രോഗിയല്ലാത്ത ഞാൻ ഒരിക്കലും തന്നെ അദ്ദേഹം വീട്ടിൽ ഫർളായ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നതായി കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ റബോയിൽ പോകുന്നതിന് മുമ്പ് കുട്ടികളോട് പറയുകയുണ്ടായി, എന്റെ കുടുംബവും എന്റെ വീട്ടുകാരും എന്റെ അവകാശികളും ഖിലാഫത്താണ്. എന്റെ ജീവിതവും മരണവും ജമാഅത്തിന് വേണ്ടിയാണ്. ഈ വർഷം ജർമ്മനിയിലെ ജൽസ സാലാനയിലും വന്നിരുന്നു. വളരെ ആഗ്രഹത്തോടുകൂടി വന്നു. കുട്ടികൾ പറഞ്ഞു, രോഗിയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാലത്തിന്റെ ഖലീഫയെ കാണണം. വരികയും മുലാഖാത്ത് നടത്തുകയും ചെയ്തു. അത് അദ്ദേഹവുമായുള്ള അവസാനത്തെ മുലാഖാത്തായിരുന്നു. അവിടെ ജർമ്മനിയിൽ വെച്ച് എന്നെ കാണുകയുണ്ടായി. പറയുന്നു, ഒരു നല്ല ഭർത്താവായിരുന്നു. ഞാൻ അനുസരണത്തിന്റെ പ്രാധാന്യം അദ്ദേഹത്തിൽ നിന്നാണ് പഠിച്ചത്. ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ തന്റെ ആരോഗ്യത്തെയും പ്രകൃതിയെയും ഒരിക്കലും വിലവെക്കാറുണ്ടായിരുന്നില്ല. സുയൂത്തി അസീസ് സാഹിബിന്റെ മരുമകൻ സക്കി സാഹിബ് പറയുന്നു, 2005 ഈ വാർത്ത വന്നപ്പോൾ ആളുകൾ നമ്മുടെ മർക്കസിനെ ആക്രമിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഖുദ്ദാമിന് കൽപ്പന നൽകി മർക്കസിന്റെ സംരക്ഷണത്തിനായി വരിക. പറയുന്നു, ഞാനും അവിടെ ഉണ്ടായിരുന്നു. സുയൂത്തി സാഹിബ് അപ്പോൾ മിഷണറി ഇൻചാർജ് ആയിരുന്നു. ഞാൻ കണ്ടു, അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. ധൈര്യപൂർവ്വം അർദ്ധരാത്രിയിൽ പോലും ഖുദ്ദാമിങ്ങളുടെ അടുത്ത് ചെന്നുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകുമായിരുന്നു. പറയുന്നു, അദ്ദേഹത്തിൽ ഖിലാഫത്തിന് പരിധിയില്ലാത്ത സ്നേഹമായിരുന്നു. പറയുമായിരുന്നു, ഞാനൊരു വഖഫെ സിന്ദഗിയാണ്. എന്ത് തന്നെ ചെയ്താലും കാലത്തിന്റെ ഖലീഫയുടെ അംഗീകാരത്തോടും അദ്ദേഹം പറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്. 2017 അദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടായി. കുറച്ചുകാലം വ്യക്തമായ നിലയിൽ സംസാരിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നിരുന്നാലും ഗ്രന്ഥപാരായണം തുടർന്നുകൊണ്ടിരുന്നു.
എപ്പോഴും ഈ ശ്രമം ആണ് ഉണ്ടായിരുന്നത്, എങ്ങനെയെങ്കിലും ജാമ്യയിൽ പോയി കുട്ടികളെ പഠിപ്പിക്കണം. അഹമ്മദ് സാഹിബ് സെക്രട്ടറി തർബിയത്ത് എഴുതുന്നു, ആരിൽ നിന്നെങ്കിലും നല്ല അഭിപ്രായം ലഭിച്ചാൽ വളരെ ആദരവോടുകൂടി ഔപചാരികതയില്ലാതെ നന്ദി പറയുമായിരുന്നു. ഏതെങ്കിലും ജോലിയിൽ പ്രയാസം നേരിട്ടാൽ വളരെ ആത്മാർത്ഥതയോടുകൂടി അഭിപ്രായം ചോദിക്കുമായിരുന്നു. അഹമ്മദ് നൂർ സാഹിബ് മുബല്ലിഗ് പറയുന്നു, എപ്പോഴും വലിയ സാധാരണത്വത്തോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ വളരെ പ്രൗഢിയുള്ള ആളായിരുന്നു. വലിയ പ്രായമായിരുന്നിട്ടും ജമാഅത്തി ജോലിയിൽ എപ്പോഴും ഉത്സുകനായിരുന്നു. അഥവാ അദ്ദേഹം ഒരു യുവാവായിരുന്നു എന്ന് തോന്നും. പറയുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഉപദേശം വിനീതൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഇതാണ്: അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും മുഖം തിരിക്കരുത്. അള്ളാഹുവിനോട് ചോദിക്കുക, അവൻ തന്റെ ദാസന്റെ ദുആ ഒരിക്കലും റദ്ദ് ചെയ്യുകയില്ല. പറയുന്നു, ഷാഹിദ് ക്ലാസിനായി ഇന്റർവ്യൂ ഉണ്ടായപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് വിറച്ചുകൊണ്ട് വിനീതന് ഈ ഉപദേശം നൽകി: ഈ വഖഫിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഏതൊരാളാണോ ഈ വഖഫിനെ ഉപേക്ഷിക്കുന്നത് അയാൾ വളരെയധികം നഷ്ടത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, അഥവാ ഒരു മുറബിക്ക് ജമാഅത്തി വ്യവസ്ഥിതി നടപ്പിൽ വരുത്തുന്നതിൽ ആന്തരികമോ ബാഹ്യമോ ആയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാൽ നിർഭയം മുന്നോട്ടു പോകുക. ഉറച്ചു വിശ്വസിക്കുക, അള്ളാഹുവിന്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ വ്യക്തിപരമായ കുറവുകൾ കാരണം ജമാഅത്ത് അംഗങ്ങളുടെ ആക്ഷേപത്തിന് കാരണമായാൽ അതിനായി ആത്മപരിശോധന നടത്തേണ്ടത്, മെച്ചപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ഒരാവശ്യമില്ല. അള്ളാഹുൽ തവക്കൽ ചെയ്യുക, നല്ല നിയ്യത്തോടുകൂടി പ്രവർത്തിക്കുക. എന്നാൽ വ്യക്തിപരമായ തിന്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ആത്മപരിശോധന നടത്തുക. ഖാലിദ് അഹമ്മദ് ഖാൻ സാഹിബ് മുബല്ലിഗ സിൽസില പറയുന്നു, ജാമ്യയിൽ വിദ്യാഭ്യാസത്തിനിടയ്ക്ക് സുയൂത്തി സാഹിബ് ആത്മീയവും സ്വഭാവപരവുമായ നിലയിൽ ഞങ്ങൾക്ക് ഒരു തിളങ്ങുന്ന മാതൃകയായിരുന്നു. അദ്ദേഹം ജമാഅത്തായ നമസ്കാരത്തിൽ വളരെയധികം കൃത്യനിഷ്ഠ പാലിക്കുമായിരുന്നു. എപ്പോഴും സമയത്ത്, ചിലപ്പോൾ സമയത്തിന് മുമ്പ് തന്നെ ജമാഅത്തായി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിൽ ഇരിക്കുമായിരുന്നു. അവസാന ദിവസം വരെ രോഗിയായിരുന്നിട്ടും നമസ്കാരത്തിൽ എപ്പോഴും മുൻനിരയിൽ ആയിരുന്നു. മുബല്ലിഗ സിൽസില ഹാഷിം സാഹിബ് എഴുതുന്നു, ജാമ്യയിൽ സുയൂത്തി അസീസ് സാഹിബിൽ നിന്നും കലാം പഠിക്കുവാൻ അവസരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ രീതിയായിരുന്നു പഠിപ്പിക്കുന്നതിനിടയ്ക്ക് വിദ്യാർത്ഥികളോട് ചോദ്യോത്തരങ്ങൾ നടത്തുമായിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള മറുപടികളെ വളരെയധികം പ്രശംസിക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, ജമാഅത്തിന്റെ സത്യസാക്ഷ്യത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്താണ്? പറയുന്നു, ഞങ്ങൾ വിശുദ്ധ ഖുർആന്റെയും ഹദീസിനെയും ഉദ്ധരിച്ചുകൊണ്ട് ഓരോന്നായി ഈ ചോദ്യത്തിന് മറുപടി നൽകി. അദ്ദേഹം ഞങ്ങളുടെ മറുപടി കേട്ടുകൊണ്ട് പറഞ്ഞു, സത്യസാക്ഷ്യത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് ഞാനാണ്. അതായത് ഓരോ അഹമ്മദിയും സത്യസാക്ഷ്യത്തിനുള്ള തെളിവായി തന്നെ സ്വയം മനസ്സിലാക്കണം. പിന്നീട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ ഇതിന് യോഗ്യരാക്കി തീർക്കുക. നമ്മൾ ഓരോരുത്തരും ഈ ജമാഅത്തിന്റെ സത്യതയ്ക്കുള്ള തെളിവായി തീരണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തർബിയത്തിന്റെ രീതി. അഥവാ നിങ്ങൾ പൂർണ്ണമായ നിലയിൽ അഹമ്മദിയത്തിന്റെ അഥവാ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾ ഈ ജമാഅത്തിന്റെ സത്യതയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവായി മാറും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തർബിയത്തിന്റെ രീതി. ഖുത്ബകൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുമായിരുന്നു. എന്റെ ഖുത്ബകൾ കേട്ടതിനു ശേഷം വിദ്യാർത്ഥികളോട് അതിന്റെ പോയിന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അവർ നോട്ട്സ് എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുമായിരുന്നു. എപ്പോഴും ഈ കാര്യം കേൾക്കുമായിരുന്നു. കാലത്തിന്റെ ഖലീഫയുടെ സന്ദേശം അവർ മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന്. എപ്പോഴും ഖിലാഫത്തിനെ കുറിച്ച് അനുസരിക്കുന്നതിനെ കുറിച്ച് ഉപദേശിച്ചുകൊണ്ടിരുന്നു. ഷംസൂരി മഹ്മൂദ് സാഹിബ് മുബല്ലിഗ് എഴുതുന്നു, ഒരു വിജയശീലാളിയായ വഖഫെ ജിന്ദഗിയായിരുന്നു സുയൂത്തി സാഹിബ്. ഒരിക്കൽ അദ്ദേഹം എന്നെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതം വഖഫ് ചെയ്തതിനു ശേഷം അശ്രദ്ധനായിരിക്കരുത്. വഖഫിൽ നിന്ന് മാറിപ്പോവുക എന്ന് തന്നെ സ്വയം ജമാഅത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യമാണ്. ഈ കാര്യം എപ്പോഴും ഓർക്കുക. പിന്നീട് അദ്ദേഹം ഈ വാക്യം വീണ്ടും ആവർത്തിച്ചു. അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. യൂസുഫ് ഇസ്മായിൽ സാഹിബ് മുബല്ലിഗ് എഴുതുന്നു, എന്നെ റീജിയണൽ മുബല്ലിഗായി നിശ്ചയിച്ചപ്പോൾ ഞാൻ മുലാഖാത്ത് നടത്തുന്നതിനുമായി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. അന്ന് അദ്ദേഹം സുയൂത്തി സാഹിബ് മിഷണറി ഇൻചാർജ് ആയിരുന്നു. യൂസുഫ് സാഹിബ് ചോദിച്ചു, എന്നെ എന്തിനാണ് റീജിയണൽ മുബല്ലിഗാക്കിയത്? കാരണം എന്റെ ഉള്ളിൽ ഒരുപാട് കുറവുകളുണ്ട്. പരിചയ സമ്പത്തും കുറവാണ്. റീജിയണൽ മുബല്ലിഗാകാൻ യോഗ്യനല്ല. വലിയ വലിയ പരിചയസമ്പന്നരായ ആളുകൾ ഉണ്ട്, അവരെ നിയോഗിച്ചാലും. ഈ ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു. വളരെ സാധാരണത്വത്തോടുകൂടി നേരിട്ടുള്ള മറുപടി നൽകി. താങ്കളോട് ആരാണ് പറഞ്ഞത് താങ്കൾ യോഗ്യനാണ് എന്ന്? അതുകൊണ്ടാണ് താങ്കളെ റീജിയണൽ മുബല്ലിഗാക്കുന്നത്. താങ്കൾക്ക് ഈ ഉത്തരവാദിത്വം നൽകാനുള്ള കാരണം താങ്കൾ പഠിക്കുന്നതിനു വേണ്ടിയാണ്. ജോലി ചെയ്യുന്നത് പഠിക്കുന്നതിനു വേണ്ടിയാണ്. ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. പിന്നീട് പറയാൻ തുടങ്ങി, നാം ബലഹീനരായ ആളുകളാണ്, ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ നമുക്ക് അള്ളാഹുവുമായി സുദൃഢമായ ബന്ധമുണ്ടായാൽ എല്ലാ കാര്യങ്ങളിലും എളുപ്പം ഉണ്ടാകും. ഇത് എപ്പോഴും ഓർക്കുക. നിങ്ങൾ റീജിയണൽ മുബല്ലിഗായാലും സാധാരണ മുബല്ലിഗാണെങ്കിലും ശരി, നിങ്ങൾക്ക് അള്ളാഹുവുമായിട്ട് സുദൃഢമായ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായിരിക്കും, എളുപ്പം ഉണ്ടാകും. MTA-യുടെ ജനറൽ മാനേജർ മക്സാനു സാഹിബ് പറയുന്നു, വളരെയധികം പ്രയാസമുണ്ടായപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ദുആക്ക് വേണ്ടി
സന്ദേശം അയച്ചു. അപ്പോൾ ഒരു മറുപടി നൽകിയില്ല. പിന്നീട് ആരിൽ നിന്നോ എന്റെ ഫോൺ നമ്പർ ചോദിച്ചു. പറഞ്ഞിരുന്നു അടുത്ത ദിവസം അദ്ദേഹവുമായിട്ടുള്ള മുലാഖാത്ത് നടന്നു. അദ്ദേഹം ആദ്യം തന്നെ ചോദിച്ചത്, എനിക്ക് താങ്കൾ ദുആക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, താങ്കൾ പ്രയാസത്തിനായി കാലത്തിന്റെ ഖലീഫക്കും എഴുതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ദുആക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷം പറഞ്ഞു, ഇതായിരിക്കണം രീതി. അപ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീർ ഉറങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശൈലിയിൽ നിന്ന് ഖിലാഫത്തിനുള്ള ഗഹനമായ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ഇതുപോലെ വിവിധ അവസരങ്ങൾ ഖിലാഫത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അങ്ങേയറ്റം വികാരപരവശനാകുമായിരുന്നു. മർഹൂം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മൃതശരീരം പാകിസ്ഥാനിൽ നിന്ന് റബുവിൽ വെച്ചാണ് മരിച്ചത്. 23 നവംബറിന് ഇന്തോനേഷ്യയിലെത്തി. 24 നവംബറിന് അദ്ദേഹത്തിന്റെ കബറടക്കം മർക്കസ് ഇസ്ബാറുവിൽ മക്ബറെ മൂസിയാനിൽ നടന്നു. ജമാഅത്ത് അംഗങ്ങൾ വലിയ തോതിൽ ജനാസയിൽ പങ്കെടുത്തു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തട്ടെ, ജന്നത്തുൽ ഫിർദൌസിൽ ഉന്നതമായ സ്ഥാനം നൽകട്ടെ, ഇദ്ദേഹത്തിന്റെ എല്ലാ ദുഃഖിതർക്കും സഹനം പ്രദാനം ചെയ്യുമാറാകട്ടെ, ഇദ്ദേഹത്തിന്റെ മക്കൾക്കും വരും തലമുറകൾക്കും ഇദ്ദേഹത്തിന്റെ കാൽപ്പാടുകളിൽ ചരിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبर. नमाजों के बाद में जनाजा गायब भी पढ़ाऊंगा.